ഹായ് കുട്ടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചേമ്പും തണ്ട് തോരൻ ഉണ്ടാക്കിയാലോ? അപ്പം ആവശ്യമായ സാധനം എന്ന് ഞാൻ എടുത്തേക്കുന്നത് ചേമ്പും തണ്ടാണ്. അപ്പം ചേമ്പും തണ്ട് ഇതെനിക്കൊരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. അവർ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. അപ്പം ഇതിനൊരു പച്ച കളറല്ല, സത്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പിലെ പച്ച കളറല്ല. ഇതിനൊരു ചെറിയൊരു പർപ്പിൾ കളർ ഷെയ്ഡ് ഉള്ള ഒരു ചേമ്പും തണ്ടാണ്. അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. കഴുകിയത്. ഇനിയിപ്പം നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ വേണം, ജീരകം, പിന്നെ കൊച്ചുള്ളി, പിന്നെ ഞാൻ എരിവിന് വേണ്ടി കാന്താരിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതാണ് അരപ്പ് കൂട്ടാൻ വേണ്ടി, തോരന് അരപ്പ് കൂട്ടാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയുമാണ് സത്യത്തിൽ വേണ്ടത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ചേമ്പും തണ്ട്. ഇനി ഇത് നല്ലോണം അരിഞ്ഞെടുക്കണം ചേമ്പും തണ്ട്. അപ്പം ചേമ്പും തണ്ട് വൃത്തിയാക്കുന്നത് അറിയായിരിക്കും എല്ലാവർക്കും. ഇതേപോലെ തൊലി നല്ലോണം നമുക്കിങ്ങനെ ഇളക്കി ചീകി എടുത്ത് കളയണം. എന്നിട്ട് ഇത് കൊത്തി 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 നമ്മൾ കുഞ്ഞതായിട്ട് കൊത്തി അരിയണം. നമ്മൾ തോരനൊക്കെ അരിയണം അത് തന്നെ ചെറുതായിട്ട് കൊത്തി കൊത്തി അരിയണം. അപ്പം നല്ല നമുക്ക് ചൊറിയും. കാരണം ചേമ്പും തണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ചൊറിയും. ഇതാണ് ഞാൻ അരിഞ്ഞ തോരൻ. ഇത്രയേ ഉള്ളൂ. തോരൻ്റെ ഒരു ചേമ്പും തണ്ട് ഇച്ചിരിയേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ആ അരിഞ്ഞതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരത്തേക്ക് പുരട്ടി വെച്ചു. അപ്പം നല്ലോണം, കാരണം അതിൻ്റെ അകത്തെ വെള്ളം ഒന്ന് ഇറങ്ങാനായിട്ടാണ് നമ്മൾ ഉപ്പിട്ട് പുരട്ടി വെക്കുന്നത്. കുറച്ച് നേരം പുരട്ടി വെക്കുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങും. അത് ചേമ്പും തണ്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ചൊരു പോർഷൻ മാത്രമേ ഉള്ളായിരുന്നു, ഒത്തിരി ഇല്ലായിരുന്നു കേട്ടോ സത്യത്തിൽ. ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു പോർഷൻ. നല്ല ചൊറിച്ചിലാണ് ചേമ്പ് അരിഞ്ഞിട്ട്. എൻ്റെ കൈയെല്ലാം, കാരണം ഞാൻ ഗ്ലൗസ് ഇടാൻ വിട്ടുപോയി. ഗ്ലൗസ് ഉള്ളവർ ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ ചൊറിഞ്ഞ് 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 നമ്മുടെ ഒരു പരുവമാകും. അപ്പം ഞാൻ മറന്നുപോയത് കൊണ്ടാണ്. അപ്പം വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞാൻ അരിഞ്ഞതെങ്കിലും നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ നല്ലോണം ഞാൻ അരിഞ്ഞ് വെച്ചതിൽ ഞാൻ ഉപ്പ് പുരട്ടി വെച്ചേക്കാണ്. ഇനി നമുക്ക് തോരന് അരപ്പ് കൂട്ടാനായിട്ട്, കാരണം കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി കൂടെ പോർഷൻ കിട്ടാൻ വേണ്ടി കൊച്ചുള്ളി ഞാൻ ശകലവും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കൊച്ചുള്ളിയും കൂടെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു. ഇനി നമ്മുടെ അരപ്പ് കൂട്ടാനുള്ള സാധനം തേങ്ങായും ജീരകവും കാന്താരിയും കൂടാണ്. ഞാൻ എന്നിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച നമ്മുടെ ഉപ്പ് പുരട്ടി വെച്ചിരുന്ന ആ ചേമ്പിൻ്റെ ആ തോരൻ, ആ സാധനം അരിഞ്ഞ് വെച്ചത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പിഴിഞ്ഞെടുത്തു. പിന്നെയും കൈ ചൊറിയാതിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഇങ്ങനെ കണ്ടില്ലേ, നല്ലോണം വെള്ളം ഇറങ്ങും. കുറച്ച് നേരം നമ്മൾ വെച്ചേക്കുമ്പോൾ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങും. അതേപോലെ നല്ലോണം പിഴിഞ്ഞ് നമ്മൾ വെള്ളം കളഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അങ്ങ് തോരനങ്ങ് നമ്മൾ വെള്ളം കളഞ്ഞില്ലെങ്കിൽ തോരൻ കുഴാന്നിരിക്കും, ഒട്ടിപ്പിടിച്ച് ഒരു ഉണ്ട കിട്ടിയ ഞാൻ പിഴിഞ്ഞെടുത്തപ്പോൾ ആകെപ്പാടെ ഒരൊറ്റ കൈക്കുള്ള നല്ലൊരു പിടിക്കുള്ള കുറച്ച് പോർഷനേ ഉള്ളായിരുന്നു ആ തോരൻ, മീൻസ് ചേമ്പിൻ്റെ ആ ഒരു തണ്ട്. അപ്പം ഞാൻ ഇത്രയും ചേമ്പും തണ്ട് അരിഞ്ഞ് വെച്ചത്. പിന്നെ ഞാൻ ആ അരപ്പ് കൂട്ടാനുള്ള തേങ്ങായും ജീരകം, കുറച്ച് തേങ്ങായും, അത്രയും തേങ്ങ ഞാൻ ഒരുമിച്ച് മിക്സിക്കകത്തിട്ട് അടിച്ചില്ല. ഞാൻ കുറച്ച് മാത്രമേ എടുത്ത് അരച്ചുള്ളൂ. കുറച്ച് അല്ലാതെയും നോർമലായിട്ട് തന്നെ തേങ്ങ ചിരകിയത് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. കൊച്ചുള്ളി, പിന്നെ കറിവേപ്പില, ഇനിയാണ് അരപ്പ് കൂട്ടാനുള്ളത് വേണ്ടത്. അപ്പം ഞാനിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഞാൻ ആ അരപ്പെല്ലാം കൂടെ, നമ്മുടെ ചേമ്പും തണ്ട് അരിഞ്ഞതും എല്ലാം കൂടെ ഒന്നിച്ച് തന്നെയാണ് ഞാൻ ഈ ഫ്രൈ പാനിലേക്ക് ഇടുന്നത്. ഒന്ന് കൈ കൊണ്ട് തന്നെ ഞെവിടി ഞാൻ ഈ ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ശേഷം കടുക് പൊട്ടാനായിട്ട് ഇട്ടു. കടുക് കിടന്ന് പൊട്ടട്ടെ. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, അരിഞ്ഞു വെച്ച പിഴിഞ്ഞു വെച്ച ചേമ്പിൻ്റെ തണ്ടും, പിന്നെ മിക്സിക്കകത്തിട്ട് അരച്ച തേങ്ങ, ജീരകം, പിന്നെ കാന്താരി എല്ലാം കൂടെ അരച്ചതും കൊച്ചുള്ളി എല്ലാം കൂടെ ഞാനൊന്ന് കൈ കൊണ്ട് ഞെവിടിയ ശേഷമാണ് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ശരിക്കും ഒരു ആവി കയറേണ്ട കാര്യമേ ഉള്ളൂ. ഈ നമ്മൾ കിടന്ന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, വേവിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോരുത്തരുടെ ഇതാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ചേമ്പും തണ്ടാണെന്ന് പോലും പറയില്ല. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കുറച്ചേ ഉള്ളായിരുന്നു. എനിക്ക് ചേമ്പും തണ്ട് കിട്ടിയത് ഇച്ചിരിയേ ഉള്ളായിരുന്നു. കുറച്ച് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടി വ്ളോഗ്സ് ചാനൽ കാണാത്തവർ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം.
ഞാനെന്തായാലും ഞാനൊന്നൂടെ പിന്നെയും ഒന്നൂടെ ഒന്ന് ഇളക്കി ഒന്ന് പൊത്തി വെച്ചു. കാരണം ഒന്നൂടെ ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്നൂടെ ഒന്ന് വെച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് വേറെ ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ചൂട് ചോറും ഈ തോരനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കഴിക്കാൻ നമുക്ക് വേറെ ഒരു കൂട്ടാനും വേണമെന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണം. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. കുറച്ചേ ഉണ്ടാക്കിയത്. ഇച്ചിരിയേ ഉള്ളായിരുന്നു. നമ്മൾ അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത്രയേ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ സത്യത്തിൽ. അപ്പം അന്നേരം എന്തായാലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടും. കാരണം നമുക്കൊരിക്കലും പറയത്തില്ല അത് ചേമ്പും തണ്ടാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അത്രയും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ലേ, ഇതാണ് ദാണ്ടെ ഈ ഒരു പരുവത്തിൽ ദാണ്ടെ നമ്മുടെ തോരൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും.